ഇന്നത്തെ നമ്മുടെ വീഡിയോ 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിൽ തട്ടിക്കൂട്ടിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റവ കേക്കാണ്. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ മിക്സിയിൽ ജാറിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 മുട്ട പൊടിച്ചൊന്ന് വെച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് വേണ്ടത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. പഞ്ചസാര കൂടി കൂട്ടി പൊടിച്ചാണ് അതുകൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് വേണ്ടത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അതും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇതിലോട്ട് 3/4 കപ്പിൻ്റെ അടുത്തായിട്ട് പഞ്ചസാര പൊടിച്ചതും കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ മൈദയാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ മൈദ കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. മൈദ കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലോട്ട് 1 കപ്പ് റവ കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് 1/2 കപ്പ് പാലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി അരച്ചെടുത്തുള്ള ബാറ്റർ ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാവരും നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് ഞാൻ പാൻ നടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത് കൊടുത്ത ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് അടുക്കി പിടിക്കാതിരിക്കണം. അതിൻ്റെ ഇടയിൽ മറ്റു പാത്രങ്ങളൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് കുറച്ച് കറുത്ത എള്ളും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ ചേർത്തിട്ട് കൊടുത്താൽ മതിയേ. ഇതിന് പകരം നട്ട്സ് ആയാലും മതിയേ. തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയ ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ട് 30-35 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഏകദേശം 35 മിനിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ നിന്ന് പെർഫെക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിക്കൊന്ന് പിടിക്കുക നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് മറ്റു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് കൊടുക്കാം. അങ്ങനെ റവ വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി പെട്ടെന്ന് തട്ടി കൂട്ടിയെടുക്കാൻ അടിപൊളി സ്നാക്കാണിട്ടത്. വീഡിയോ ഇഷ്ടമായ രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ.